നമസ്കാരം. പടവുകളിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പന്നിയംകുറിശി വെസ്റ്റ് ALP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്, സാമൂഹ്യ സാംസ്കാരിക പൊതുപ്രവർത്തന മണ്ഡലങ്ങളിൽ ചെർപ്പുളശ്ശേരിയിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തി മിനി ടീച്ചറാണ്. മിനി ടീച്ചർക്ക് പടവുകളിലേക്ക് സ്വാഗതം. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ടീച്ചർ, മിനി ടീച്ചറുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ മേഖലയിൽ ഇപ്പോൾ നമ്മുടെ പ്രൈമറി തലങ്ങളിലുള്ള കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ടീച്ചറാണ് മിനി ടീച്ചർ. ആ ഒരു എങ്ങനെയാണ് സംഗതികൾ ഓർക്കുന്നത്, അങ്ങനെ കാണുന്നത്? കുട്ടികളെ ഏത് രീതിയിൽ? വളരെ നല്ല രീതിയിലാണ് കാണുന്നത്. പല കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും പറയാറുണ്ട് മിനി ടീച്ചർ എന്ന് പറഞ്ഞാൽ. എന്താ ടീച്ചറെ? കുട്ടികളെ ഞാൻ എൻ്റെ സ്വന്തം കുട്ടികളായിട്ട് തന്നെയാണ് കാണുന്നത്. കുട്ടികളോടൊപ്പമുള്ള സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെയാണ്. കുട്ടികളുമായി സമരസപ്പെട്ട് ജീവിക്കുക എന്നൊരു രക്ഷിതാവിനെ പോലെയാണ് പലപ്പോഴും മിനി ടീച്ചർ പെരുമാറാറുള്ളതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു നമ്മുടെ പ്രാഥമിക വിദ്യാലയത്തിലെ ഒരു 37 വർഷത്തെ ഹെഡ് മിസ്ട്രസ് ജീവിതമാണ്. ഒരു 3 മാസമേ ഉള്ളൂ അതിന്ന് വേറിട്ട് നിൽക്കുന്നത്, അല്ലേ? ഒരു മാസം. ബാക്കി 37 വർഷം തുടർച്ചയായിട്ട് പ്രധാനാധ്യാപികയായി ജോലി ചെയ്ത ഒരു വ്യക്തിത്വമാണ് മിനി ടീച്ചറുടെ. ആ കാലങ്ങൾ എങ്ങനെ ഓർക്കുന്നത്? കുട്ടികളോടൊപ്പമുള്ള ജീവിതം പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. അവരുടെ കളികളും അവരുടെ വായനയും അവരുടെ ഓരോ അഭിപ്രായങ്ങളും എല്ലാം കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരനുഭവം തന്നെയാണ്. ഉദാഹരണമായിട്ട് ഒരു പ്രാവശ്യം ഈ വായനാ ദിനത്തോടനുബന്ധിച്ചിട്ട് കുട്ടികളൊക്കെ ഒരു വായനാ മത്സരം നടത്തി. വായനാ മത്സരം നടത്തിയപ്പോൾ ഒരു കുട്ടി എഴുതിയിട്ടുള്ള വായനാക്കുറിപ്പ് വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ലൈബ്രറിയിലെ ഒരു പുസ്തകം, തേനീച്ചകളെ കുറിച്ചുള്ളൊരു പുസ്തകം ആണ് വായിച്ചിരിക്കുന്നത്. മധുബൻ എന്ന് പറഞ്ഞ തേനീച്ചയുടെ കഥ. അപ്പോൾ ഈ മധുബൻ എന്ന് പറഞ്ഞ തേനീച്ച വളരെ ദയാലുവായിട്ടുള്ള ഒരു തേനീച്ചയാണ്. അപ്പോൾ ഒപ്പത്തിലുള്ള പട്ടാളക്കാരായിട്ടുള്ള ഒരു ഉറുമ്പ് അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ രക്ഷിക്കാൻ പോയി എന്നതിൻ്റെ പേരിൽ ഈ മധുബൻ എന്ന് പറഞ്ഞ തേനീച്ച കൂട്ടൊന്ന് പുറത്താക്കിയതാണ് കഥയുടെ ഇതിവൃത്തം. അത് വളരെ രസകരം. ഇത്രയും മനോഹരമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ കഥയുടെ ഇതിവൃത്തം എഴുതിയിട്ട് എന്നാലും മധുബനോട് തേനീച്ച കൂട്ടം ചെയ്തതൊരു ചതിവായി പോയി എന്നൊരു അഭിപ്രായം കൂടി എഴുതാനൊരു കുട്ടിക്ക് കഴിഞ്ഞു. അത് ആ ലൈബ്രറിയിലെ ആ പുസ്തകം വായിച്ചതും ഈ കുട്ടി ഈ പറഞ്ഞതും വളരെ അതിശയകരമായും സന്തോഷകരമായും തോന്നിയിട്ടുള്ള ഒരു അനുഭവമാണ്. ടീച്ചർക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് മധുബൻ എന്ന് പറയുന്ന തേനീച്ചയുടെ കഥ. അതെ, ഉറുമ്പ് പട്ടാളക്കാരനായ കഥ. തേനീച്ചയാണ് പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരനാണ് മധുബൻ. മധുബന്റെ ഒപ്പമുള്ള കൂട്ടുപട്ടാളക്കാരനായിട്ട് ഒരു തേനീച്ചയാണ് അപകടത്തിൽപ്പെട്ട് വീണത്. അപ്പൊ രക്ഷപ്പെടുത്താൻ നിന്നതാണ് മധുബന്റെ പേരിൽ മറ്റു തേനീച്ച കൂട്ടം ആരംഭിച്ച ഒരു രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം. അതായത് തേനീച്ചകളുടെ നിയമത്തിൽ വീണുപോയ ആളെ രക്ഷപ്പെടുത്തലില്ല, മറ്റുള്ളവർ പോയിക്കൊള്ളണം, മുന്നോട്ടേക്ക് പോവാതെ നിന്നു എന്താണ് മധുവന്റെ പേരുണ്ടായിരുന്ന കുറ്റുണ്ടായത്. അങ്ങനെ മധുവരെ തേനീച്ചക്കൂട്ടത്തിൽ നിന്ന് പുറത്താക്കണതാണ്. ഇപ്പോൾ വേറിട്ട പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ ഈ DPP കാലത്തായാലും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ക്രിയേറ്റീവായിട്ടുള്ള കുറേ സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വിദ്യാലയമാണ് പന്നിയംകുറിശി വെസ്റ്റ് വിദ്യാലയം. അതിൻ്റെ പ്രധാനാധ്യാപിക എന്നുള്ളേക്ക് ടീച്ചർക്ക് സഹായികളായി സഹപ്രവർത്തകരും ടീച്ചറുടെ ഒരു മേൽനോട്ടത്തിൽ എങ്ങനെയാണത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാറ് ടീച്ചർ? എല്ലാ സഹപ്രവർത്തകരുടെയും അതുപോലെ PTA-യുടെയും എല്ലാം സഹായ സഹകരണങ്ങളോട് കൂടി തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കാറുള്ളത്. മാത്രമല്ല, വിദ്യാലയത്തിന് പുറത്തും വ്യവസായ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് വിദ്യാലയത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സുവനീറുകളും സ്മരണികകളും 12-ലധികം സുവനീറുകൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം സഹായിച്ചത് വ്യവസായ സ്ഥാപനങ്ങളാണ്. അവരുടെ സഹായത്തോടു കൂടി കുട്ടികളുടെ ഒരുപാട് രചനകൾ വെളിച്ചം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെർപ്പുളശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളോട് വലിയ സ്നേഹമാണ്. ആ ഒരു കാര്യത്തിൽ അവരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ടീച്ചർ ഈ വേളയിൽ. രക്ഷിതാക്കളോടും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും മറ്റ് ഓഫീസും എല്ലാം വളരെയധികം, ഓഫീസ് BRC എല്ലാം വളരെയധികം സഹായ സഹകരണങ്ങളോട് കൂടി നിന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് സർവീസ് കയറി
36 വർഷം 11 മാസം HM ആവുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യം. ആ ഭാഗ്യം സിദ്ധിക്കാനിടയായ സാഹചര്യം എങ്ങനെയാണ്? അങ്ങനെ ഭാഗ്യം സിദ്ധിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വിദ്യാലയത്തിൽ മറ്റുള്ള അധ്യാപകർക്കൊന്നും പ്രധാന അധ്യാപകരുടെ പോസ്റ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെ അതെ, ടീച്ചർ അത് ഏറ്റെടുത്തു, സ്വയമേവ ഏറ്റെടുത്തു. അതുകൊണ്ട് ഏറ്റെടുത്തത്. അത് വില്ലിങ് ആവുമായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആരെങ്കിലും ആവശ്യപ്പെട്ട തിരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. അതൊരു വലിയ ഒരു മനസ്സിൻ്റെ ഇതാണ്, വിശാലതയാണ് കാണുന്നത്. ഇവിടെ നമ്മളപ്പോൾ ഈ വിദ്യാലയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴേ കുട്ടികളൊക്കെ പുതിയ രചനകൾ നടത്തുമ്പോൾ ആ രചനയിൽ മധുബൻ എന്ന് പറയുന്ന ആ ഒരു രചന വളരെ വേറിട്ട രീതിയിലാണ്. വായനാക്കുറിപ്പ് മത്സരങ്ങൾ, മറ്റു വായനാക്കുറിപ്പ് മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ ജില്ലയിൽ, സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ പോയിട്ടുണ്ട്. അത് ഓർക്കുന്നുണ്ടോ? സബ് ജില്ലയിൽ വായനാക്കുറിപ്പ് മത്സരം ഇല്ലല്ലോ. ഇല്ല, അല്ല, മറ്റ് കലാപ്രവർത്തനങ്ങളിൽ വിദ്യാലയത്തിലെ കുട്ടികൾ പങ്കെടുക്കാറുണ്ട്, നല്ല പോയിന്റ് നേടാറുണ്ട്, A ഗ്രേഡൊക്കെ കിട്ടാറുണ്ട്, ചിലതിൽ സെക്കൻഡ് കിട്ടാറുണ്ട്, ഫസ്റ്റ് കിട്ടാറുണ്ട്, എല്ലാം ഉണ്ട്. വേറെ ടീച്ചറെ പറയുകയാണെങ്കിൽ മിനി ടീച്ചറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധ്യാപക KSTAയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. അതിൽ അവർ കലാമത്സരങ്ങളിൽ കവിതാരചനയ്ക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്, കഥാരചനയ്ക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കവി കൂടിയാണ് അപ്പോൾ മിനി ടീച്ചർ. കവി എന്ന് പറയാൻ പറ്റില്ല, ചെറിയ തോതിൽ എഴുതാറുണ്ട് അങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ. ചെറിയ എഴുത്തുകളാണ് വലിയ എഴുത്തുകളാവുക അല്ലേ? ചെറിയ തോതിൽ എഴുതാറുണ്ട്, അത് മാത്രം. അവർ തരുന്ന വിഷയത്തിനനുസരിച്ച് വിഷയാധിഷ്ഠിത കവിതാരചനയാണ് നടത്താറുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ സമ്മാനം കിട്ടാറുണ്ട് ഉണ്ടല്ലേ പലപ്പോഴും. അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ ടീച്ചറുടെ ഉള്ളിലൊരു കവിത്വമുണ്ട്, അത് നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സ്കൂളിലെ കരിക്കുലം പ്രവർത്തനങ്ങളിൽ തനതായ മാതൃക സൃഷ്ടിക്കുന്ന അധ്യാപിക എന്നുള്ള നിലയ്ക്ക് AEO തലത്തിൽ AEO, ഇപ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പ്രശംസ പിടിച്ചു പറ്റാറുണ്ട്. പിന്നെ BRC കോർഡിനേറ്റർമാരുടെ പ്രശംസ പിടിച്ചു പറ്റാറുണ്ട്. പന്നിയംകുരിശി വെസ്റ്റ് ALP സ്കൂളിലെ HM എന്നുള്ള നിലയ്ക്ക് ടീച്ചർക്ക് പല അംഗീകാരങ്ങളും കിട്ടാറുണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങൾ ടീച്ചറുടെ ഒരു പ്രവർത്തന മികവ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്തരത്തിൽ എന്ത് തോന്നുന്നു ഇത്തരമുള്ള അപ്രിസിയേഷൻസ്, പ്രശംസ ലഭിക്കുമ്പോൾ? എൻ്റെ മാത്രം ഒരു പ്രവർത്തന മികവല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ് എപ്പോഴും ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ. സഹപ്രവർത്തകരായിട്ടുള്ള ടീച്ചർമാർ, അധ്യാപകരും PTA-കാരും എല്ലാം ഒരുപോലെ ഒപ്പം നിൽക്കുമ്പോഴാണ് പ്രവർത്തനങ്ങൾക്ക് മികവ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം കൂട്ടായ ഒരു പ്രവർത്തനം. ഈ സഹാധ്യാപകർ ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സഹായികളായിട്ടുള്ളത്? സഹാധ്യാപകരെ എല്ലാവരും സപ്പോർട്ടീവ് തന്നെയാണ്. എല്ലാ സഹപ്രവർത്തകരും കൂട്ടായി സഹായിക്കാറുണ്ട്. മറ്റ് ഇപ്പം ഞാൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടീച്ചർ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 2 വാർഡുകളിൽ 2 പ്രാവശ്യം 10 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു. ഈ ജനപ്രതിനിധി എന്നുള്ളേക്ക് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഒരു അധ്യാപിക ജനപ്രതിനിധിയാവുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്? നല്ല അനുഭവങ്ങൾ തന്നെയാണ്. അധ്യാപകർ സാമൂഹ്യ പ്രവർത്തകരാകണം എന്നുള്ളത് തന്നെയാണല്ലോ അതിൻ്റെ ശരി. അപ്പോൾ ഞാൻ വിദ്യാലയത്തിൽ ചെയ്തിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായിട്ടാണ് ഈ ജനപ്രതിനിധിയാവാൻ സാധിച്ചതെന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തീർച്ചയായും. ആദ്യം എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തിനെയും അതുപോലെ ചേട്ടൻ്റെ തറവാടിനെയും പ്രതിനിധീകരിക്കുന്ന വെള്ളോട്ടുകുറിശിയിലാണ്. വെള്ളോട്ടുകുറിശി എന്നാണ് ജനപ്രതിനിധിയായത്. അതും വിദ്യാലയത്തിലെ പ്രവർത്തനം പിന്നെ അങ്ങനെ ഒരു അംഗീകാരം നേടിയെടുക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത് ആണ് പന്നിയംകുറിശി അല്ലേ? പന്നിയംകുറിശി എൻ്റെ സ്കൂളിൽ നിൽക്കുന്ന വാർഡാണ്. അത് അവിടുത്തെ എൻ്റെ രക്ഷിതാക്കളും എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരും ഒക്കെ അവിടുത്തെ വോട്ടർമാരാണ്. എൻ്റെ വിദ്യാർത്ഥികളും എൻ്റെ വോട്ടർമാരാണ്. അപ്പോൾ എൻ്റെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എനിക്ക് തന്നിട്ടുള്ള ഒരു സ്നേഹാദരായിട്ടാണ് ഞാൻ അത് സ്വീകരിച്ചത്. തീർച്ചയായും. പൊതുപ്രവർത്തകരെ മാതൃക ആവുന്ന കാലമാണ്. പൊതുപ്രവർത്തകരെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മാതൃകയായ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളപ്പെടുത്തലാണ്.
ടീച്ചർ നഗരസഭയിലെത്തിയപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. ആ ഒരു സംഗതികളൊക്കെ എങ്ങനെയായിരുന്നു? ശ്രമകരമായിരുന്നു? മറ്റുള്ളവർക്കൊരു ഉപദേശം എന്നുള്ളതിലേക്ക് പുതിയ ആളുകൾ കടന്നു വരികയാണല്ലോ, അവർക്ക് എന്ത്? അത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. നടപ്പാക്കുന്നതിന് പാർട്ടിയും അതുപോലെ തന്നെ എൻ്റെ നഗരസഭയിലുള്ള മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും വളരെയധികം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമയുള്ള പ്രവർത്തനത്തോടു കൂടി തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉദാഹരണം ഇപ്പോൾ ഗ്രാമസഭകളാണെങ്കിൽ, വാർഡ് സഭകളാണെങ്കിൽ അതിലെ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പദ്ധതി രേഖകൾ ഉണ്ടാക്കൽ വലിയ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊക്കെ ടീച്ചർ സജീവമായി ഇടപെടാറുണ്ട്. ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലം എങ്ങനെ നമുക്ക് കാണാൻ കഴിയുക? ഇപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരുപാട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് പുതിയതായി രംഗത്ത് വരുന്ന ഒരു കാലമാണ്. സ്ത്രീകൾ ഉൾപ്പെടെ, വീട്ടമ്മമാർ ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റു പൊതുരംഗത്തുള്ള ആളുകൾ ഉൾപ്പെടെ. അവർക്ക് എന്താണ് ടീച്ചറുടെ ഒരു സന്ദേശം, ഒരു ജനപ്രതിനിധി ആയിരുന്ന ആളെന്നുള്ളതിലേക്ക്? ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. അതിന് എന്നാലാവും വിധം ചെയ്തിട്ടുണ്ട്. 100% ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധിക്ക് ആവാൻ കഴിഞ്ഞു എന്ന് വരില്ല. നമുക്കിപ്പോൾ അങ്ങനെ 100% എന്നുള്ള വിശ്വാസമല്ല. പക്ഷേ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കഴിവിൻ്റെ പരമാവധി ചെയ്തു തീർക്കുക, അതാണ് നടത്തിയിട്ടുള്ളത്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കുറച്ച് വിശ്വാസം. ഒരു ജനപ്രതിനിധിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനി ടീച്ചറുടെ അഭിപ്രായത്തിൽ ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നത് തന്നെയാണ് ടീച്ചറെ വ്യക്തമാക്കുന്നത്. ഇവിടെ ടീച്ചർ ഒരു നല്ല വായനക്കാരിയാണ്. എങ്ങനെ കാണുന്നു? വായന ഇഷ്ടമാണല്ലോ. വായന ഇഷ്ടമാണ്. പുസ്തകങ്ങളെല്ലാം വായിക്കാറുണ്ട്. ഒരുവിധം ആനുകാലികങ്ങൾ വായിക്കാറുണ്ട്. ആനുകാലികങ്ങൾ മാതൃഭൂമിയൊക്കെ കൂടെ വരുത്തുന്നുണ്ട്, വായിക്കാറുണ്ട്. പിന്നെ പുതിയ കഥകൾ വായിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ നല്ലൊരു വായനക്കാരനാണ്. കൊൽക്കുന്നത്ത് നമ്മുടെ MP മോഹൻദാസ് മാഷ്, പഴയ ഗ്രന്ഥശാല പ്രവർത്തകൻ. അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട് വാങ്ങിയത്. ഉണ്ട്. അച്ഛനൊരു നാട്ടുചരിത്രകാരനും കൂടിയാണ്. അതെ, പഴമാവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. അടയ്ക്കാപുത്തൂർ ചരിത്രം പുസ്തകം ഇവിടെ ഉണ്ട്, എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതെ, പ്രേക്ഷകരെ, ഒരു നാട്ടുചരിത്രകാരൻ്റെ മകളാണ് ബിനി ടീച്ചർ. MP മോഹൻദാസ് മാഷുടെ മകളായതിൽ അഭിമാനം ഉണ്ട്. ആ ഒരു പാരമ്പര്യമായ പിന്തുടർച്ച നമുക്ക് ലഭിക്കുന്നത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്ന്. അമ്മ ഏഡ് മിസ്ട്രസ് ആയിരുന്നു, രണ്ടുപേരും പ്രധാന അധ്യാപിക അല്ലേ? അമ്മയുടെ അമ്മയും പ്രധാനാധ്യാപികയായിട്ടാണ് റിട്ടയർ ചെയ്തത്. അമ്മയുടെ പേര് വിജയലക്ഷ്മി ടീച്ചറുടെയും മോഹൻദാസ് മാഷുടെയും മകളായത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അതെ. അപ്പോൾ അങ്ങക്ക് സപ്പോർട്ടായി. ഇപ്പോൾ എല്ലാവർക്കും ഒരു ജീവിത യാത്രയിൽ നമ്മളെ സഹായിക്കാൻ തൻ്റെ പ്രിയതമൻ്റെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു വലിയ സപ്പോർട്ട് വേണം. ഇവിടെ അങ്ങയുടെ ഭർത്താവ് ഞാറക്കോട്ടുകളം ജയമാഷ് അധ്യാപകൻ എന്നുള്ളതിലേക്കും പൊതുപ്രവർത്തകൻ എന്നുള്ളതിലേക്കും വളരെ ശ്രദ്ധേയനായ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൈപിടുത്തം ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഊർജം പകർന്നിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ അത്രയും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. 100% പിന്തുണ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും. ഇപ്പം മകൻ ജെ വിഷ്ണു, അദ്ദേഹം ഹാരിസൺ പ്ലാന്റേഷനിലെ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യാണ്. മരുമകൾ ഡോക്ടർ അനുശ്രീ, അവരും ഈ ഇത്തരം കാര്യങ്ങളിൽ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ ടീച്ചർക്ക് വലിയ സഹായം നൽകുന്നുണ്ട്. 100% സപ്പോർട്ടാണ്. മകൻ ജിഷ്ണു എല്ലാ കാര്യത്തിനും ജേട്ടനെ പോലെ തന്നെ ഒപ്പം നിൽക്കും. ഒപ്പം എന്ന് പറഞ്ഞാൽ ഒരുപടി മുമ്പിൽ നിൽക്കും. അപ്പോൾ ടീച്ചറെ, നമ്മളിപ്പോൾ ഈ എല്ലാ സ്കൂളുകളിലും ഉച്ചഭക്ഷണ പദ്ധതി വളരെ സജീവമായി നടക്കുന്നുണ്ട്. നല്ല ഭക്ഷണം, കുട്ടികൾക്ക് വളരെ സന്തോഷമാണല്ലോ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പണ്ടൊക്കെ കഞ്ഞിയായിരുന്നു, കഞ്ഞി പയറൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ മാറി, ഇപ്പോൾ ഭക്ഷണം ചോറ് തന്നെ കൊടുക്കൽ തുടങ്ങി, സാമ്പാർ കൊടുക്കൽ തുടങ്ങി. ആ ഒരു എങ്ങനെയാണ് നമ്മൾ അത് കണ്ടെത്തുന്നത്? ടീച്ചറുടെ അത് ഒരുക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ കുട്ടികളൊക്കെ. അവിടെ കാലങ്ങളായിട്ട് പിറന്നാളാഘോഷം സ്കൂളിലും എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്താറുണ്ട്. പിറന്നാളാഘോഷം സ്കൂളിലും? ഓ, അത് നല്ലൊരു കാര്യമാണല്ലോ. മറ്റു സ്കൂളുകൾക്കൊക്കെ മാതൃകയാക്കാവുന്നതാണ്. മറ്റ് പൊതുജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയൊക്കെ കുട്ടികളുടെ പിറന്നാളുണ്ടാകുമ്പോൾ അവരോട് മിഠായി കൊടുക്കുന്നതിന് പകരം ഭക്ഷണം കുട്ടികൾക്ക് അധിക വിഭവം കൊടുക്കാൻ പറയും. പലരും പായസത്തോട് കൂടിയിട്ടുള്ള സദ്യ കൊടുക്കാറുണ്ട്. മറ്റ് നാട്ടുകാരും
അതിനോട് രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിക്കാറുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് പരിചയമുള്ള പലരും ഇപ്പോൾ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് ഇപ്പോൾ പാചക തൊഴിലാളികൾ വളരെ ശ്രമകരമായി നല്ല ദൗത്യ നിർവഹിക്കുന്നത്. അവരെ നമ്മൾക്ക് വിസ്മരിച്ചുകൂടാ അല്ലേ? വിസ്മരിച്ചുകൂടാ. അവിടെ ഞങ്ങളുടെ വിദ്യാലയത്തിലെ പാചക തൊഴിലാളി എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്താ പേര്? ഉഷ. ഉഷ. ഇപ്പോൾ ഈ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോഴേ കുറേ കാലം കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം തന്നത് ഉഷയാണെന്ന്. ഇപ്പോൾ ഈ നമ്മുടെ ബെസ്റ്റ് LP സ്കൂളിലെ പന്നിയംകുറിശ്ശിയിലെ കുട്ടികൾ ആരെങ്കിലും വലിയ ആളുകളായാൽ എനിക്ക് ഭക്ഷണം തന്നിരുന്നത് ഉഷയാന്ന് പറയുന്ന ഒരാളാണ് എന്ന് പറയും. പിന്നെ എൻ്റെ പ്രധാന അധ്യാപിക മിനി ടീച്ചറാണ് എന്ന് പറയും. അതൊക്കെ അപ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതൊരു കാര്യമാണ് അല്ലേ കുട്ടികളുടെ കാര്യത്തിൽ. ഭക്ഷണം പ്രധാനപ്പെട്ട കാര്യമാണ്. അധ്യാപികമാർ നിലയ്ക്ക് ആരൊക്കെ സഹായിക്കാറുണ്ട്? അപ്പോൾ അവിടെ വേറെ മിനിയുണ്ട് അല്ലേ? അവിടെ ശുഭ ടീച്ചറുണ്ട്, നാസർ മാഷുണ്ട്. സ്കൂളിലെ എയ്ഡ് മിസ്ട്രസ് പ്രധാനാധ്യാപിക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ജോലി. എപ്പോഴത്തെ കാലത്ത് വലിയ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുമുണ്ട്, സന്തോഷമുണ്ട്, നല്ലവണ്ണം സന്തോഷമുണ്ട്. എങ്ങനെയാണ് ടീച്ചർ ഈ പ്രധാനാധ്യാപിക എന്നുള്ളതിലേക്ക് സ്കൂളിലെ കാര്യങ്ങൾ കൊണ്ടു നടക്കാറുള്ളത്? പ്രധാനാധ്യാപിക എന്നുള്ളതിലേക്ക് സ്കൂളിലെ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ പ്രയാസങ്ങളൊന്നുമില്ല. ഇല്ല, സന്തോഷപൂർവ്വം സ്വീകരിക്കും. ക്ലാസ് എടുക്കാനും ഒരു മടിയില്ല. ക്ലാസ് എടുക്കാൻ എന്നാൽ ഔമിതം ക്ലാസ് എടുക്കും. മറ്റു ടീച്ചർമാരെ സഹായം ഉണ്ടാവാറുണ്ട്. ഏതൊക്കെ ടീച്ചർമാരെ? എല്ലാ അധ്യാപകരും സഹായിക്കാറുണ്ട്. സർവ്വ ടീച്ചർമാരും അധ്യാപകരും അധ്യാപികമാരും ആരും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ നിന്നിട്ട് സഹായിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും, ഞാൻ എല്ലാ അധ്യാപികമാരെ കാണുമ്പോൾ ഉച്ചഭക്ഷണം എന്നും നല്ലതിലേക്ക് കൊടുക്കണില്ലേ ടീച്ചറെ ചോദിക്കും. ഞാനേ പൊതുവെ ഏത് ടീച്ചർമാരെ കണ്ടാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കണില്ലേ ചോദിക്കാറുണ്ട്. നല്ലവണ്ണം കൊടുക്കാറുണ്ട് പറയാറുണ്ട്. ഇവിടെ ടീച്ചറെ സഹായിക്കുന്ന ഉച്ചഭക്ഷണത്തിൽ ആരെ സഹായിക്കുന്നത്? നാട്ടുകാരൊക്കെ സഹായിക്കുന്നത്, എല്ലാവരും സഹായിക്കുന്നു. നാട്ടുകാർ സഹായിക്കുന്നുണ്ട്, പല പ്രമുഖ വ്യക്തികളും സഹായിക്കുന്നുണ്ട്, പൊതുപ്രവർത്തകർ സഹായിക്കുന്നുണ്ട്, PTA സഹായിക്കുന്നുണ്ട്, SMC സഹായിക്കുന്നുണ്ട്, എല്ലാവരും. അപ്പോൾ നല്ലൊരു സഹകരണമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ടീച്ചർ എല്ലാവരും കൂടി ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് അല്ലേ? അതിൽ നല്ലൊരു നൈപുണ്യം വേണം സത്യത്തിൽ. ഇവരെയൊക്കെ ഏകോപിപ്പിക്കണ്ടേ. പിന്നെ പല സ്മരണികകൾ ഇറക്കാറുണ്ട്, പുസ്തകങ്ങൾ ഇറക്കാറുണ്ട്. ഈ ഇതിലൊക്കെ വേറിട്ട പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പിറന്നാളിനൊരു ഊണ് സ്കൂളിലെ അല്ലേ? അതൊരു നല്ല സജഷനാണ്. പ്രിയപ്പെട്ട അധ്യാപകർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ടീച്ചറെ മാതൃക ഒന്ന് വേണമെങ്കിൽ പിന്തുടരാം കേട്ടോ. എന്താ പറയുക, പിറന്നാളിനൊരു ഊണ് നമ്മുടെ ഭവനങ്ങളിലെ ഏതെങ്കിലും വീടുകളിൽ ആരെങ്കിലും പിറന്നാളുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത വിദ്യാലയത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താവുന്ന നല്ലൊരു സംഗതിയാണ്, മാതൃകാപരമാണ്. ഞാൻ വായനയിലേക്ക് കിടക്കാം. വായന ടീച്ചർക്ക് നല്ല ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട വായന ഏതെങ്കിലും പുസ്തകങ്ങൾ പുതിയതായി വായിച്ചതോ അല്ലെങ്കിൽ പഴയതോ ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? എല്ലാ പുസ്തകങ്ങളും ഇഷ്ടം തന്നെയാണ്. MTയുടെ കഥകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് വായിക്കാൻ. MTയുടെ ആരാധകയാണ്. MT മാധവിക്കുട്ടി ഇതൊക്കെ എഴുതുന്ന പുസ്തകങ്ങൾക്ക് ഒരു പ്രത്യേക താളം, ഗൃഹാതുരത്വം ഉണ്ടാവും അല്ലേ? പ്രത്യേക ഒരു താളം ഉണ്ട് അത് വായിക്കുമ്പോൾ. ഈ വായനാ സ്വഭാവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഹൻദാസ് മാഷയിൽ നിന്നും കിട്ടിയതാണ്. കൂടെ ജയമാഷും ഉണ്ട്. പുസ്തകങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ജയേട്ടൻ നന്നായി സഹായിക്കാറുണ്ട്. പിന്നെ പുസ്തകങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ മകനും സഹായിക്കും. മകനും മരുമകളും എല്ലാം സഹായിക്കുന്നുണ്ട്. ഈ നമ്മളെ ഇപ്പോൾ ഞാൻ നേരത്തെ ആമുഖമായിട്ട് പറഞ്ഞത് തന്നെ ഈ സ്കൂൾ കാലഘട്ടങ്ങളിലെ പ്രൈമറി തലങ്ങളിലെ കുട്ടികളെ എങ്ങനെയാണ് നമ്മളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്നത്? അവിടെ പ്രീ പ്രൈമറി ഉണ്ട്. അവിടെ കുട്ടികൾ വരാറുണ്ടോ? പുതിയ നവാഗതരായി വരാറുണ്ട്. അവരെ സ്വീകരിക്കുന്ന വിധം പ്രവേശനോത്സവത്തിന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുത്തിട്ട് സ്വീകരിക്കും. വളരെ സജീവമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറയാറുണ്ടായി 37 വർഷത്തെ ഔദ്യോഗിക ജീവിതം ഒരു നല്ല കാര്യമാണ്, വലിയ നീണ്ട സർവീസാണ്. ഈ നീണ്ട സർവീസിനിടയ്ക്ക് നേരിട്ടിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ആണ് നമുക്ക് ഈ യാത്രയപ്പ് സമ്മേളനങ്ങളിലൊക്കെ പറയുക പലരും. വളരെ ഈ കണ്ണീർ പൊഴിക്കുന്ന ചില വികാര നിർഭരമായ രംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ടീച്ചർക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ളപ്പോൾ ഒരു നമ്മളൊരു യാത്രയപ്പ് സമ്മേളനത്തിൽ പറയുമ്പോൾ നമ്മളൊന്നും കൂടി ഫ്രഷ് ആവുകയല്ലേ ചെയ്യേണ്ടത്? എന്താ അഭിപ്രായം? പുതിയ ആളുകൾക്കുള്ള സന്ദേശമായിട്ടാണ് പറയുന്നത്, ടീച്ചറുടെ അല്ല, പൊതുവെ
ആ യാത്രയയപ്പ് സമ്മേളനത്തിൽ പറയുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലത കിട്ടുകയാണ് വേണ്ടത്. വേണ്ടത് അല്ലേ? ഒരു തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങളുമായി ജീവിച്ച ഒരു അധ്യാപികയുടെ പടിയിറക്കം എന്നുള്ള വേണമെങ്കിൽ പറയാം അല്ലേ? ആ സമയത്ത് അങ്ങനെ തോന്നാറുണ്ടോ? പലരും ഇപ്പോൾ ടീച്ചർ ഒരുപാട് യാത്രയയപ്പ് സമ്മേളനങ്ങൾ പോകാറുള്ളതല്ലേ, അങ്ങനെ തോന്നാറുണ്ടോ? ഇതിപ്പോൾ പടിയിറക്കം എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. വീണ്ടും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും വിദ്യാലയങ്ങൾക്ക് തന്നെ ചെല്ലാലോ. അതെ, പടിയിറങ്ങണില്ല. സർവീസ് കാലത്ത് നമ്മൾ ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ജീവിതാവസാനം വരെയും നമ്മുടെ പല രേഖകളും അവിടെ ആയിരിക്കും. തീർച്ചയായും സർവീസ് സംബന്ധമായ സർവീസ് സംബന്ധമായ പല രേഖകളും അവിടെ ആയിരിക്കും. അതിൻ്റെ അപ്പോൾ എന്നും ചിലപ്പോൾ 30 കൊല്ലം കഴിഞ്ഞിട്ടും ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവിടെ കഴിഞ്ഞില്ല. അപ്പോൾ പടിയിറക്കം എന്ന് പറയാൻ പറ്റില്ല. അല്ല, നമ്മളെ ഒരു ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ കലാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുട്ടികളിലെ സർഗസൃഷ്ടികൾ എങ്ങനെയാണ്? ഇപ്പോൾ പൂക്കള മത്സരത്തിനൊക്കെ ടീച്ചർ എല്ലാ കേരളത്തിൽ പല സ്ഥലത്തും പൂക്കളുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും പോകാറുണ്ട്. എന്താ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെ? അതൊരു രസകരമായ അനുഭവമാണ്. സമ്മാനം കിട്ടുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം. ഞാൻ പലപ്പോഴും കാണാറുണ്ട് പങ്കെടുക്കുക. മിനി ടീച്ചറും ടീച്ചറുടെ കുട്ടികളും കൂടി ടീച്ചറുടെ സഹപ്രവർത്തകരും കൂടി പല പൂക്കള മത്സരത്തിനും സജീവമായി ഉണ്ടാവാറുണ്ട്. ഒരു ആവേശം ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ അത് തോന്നുന്നത്? അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല. പൂക്കളം ഇടാണ് നമ്മുടെ മനസ്സിലുള്ള പൂക്കളം അവിടെ നിലത്ത് വീണു, അത്രയേ ഉള്ളൂ. പൂവേ പുലി പൂവേ എന്നൊക്കെ പറയുന്ന ഒരു പാട്ടൊക്കെ പാടുന്നു അല്ലേ? ഈ പൂവിറക്കാൻ പോകുന്ന ആ കാലം ടീച്ചർ ഓർത്തിട്ടാണോ അതിന് നടക്കാറുള്ളത്? എല്ലാ കൊല്ലം ഞാനും പൂവിടാറുണ്ട്. എപ്പോഴും ഞാൻ പൂവിടാറുണ്ട് ഓണക്കാലത്ത് 10 ദിവസം. ഒരു വലിയ ഇതാണ് അല്ലേ? രാവിലെ തിരക്കുണ്ടെങ്കിൽ ഞാൻ 10 ദിവസം പൂ പൊട്ടിച്ചിട്ട് പൂവിടും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെടിയും പൂക്കളും വളർത്തിയത് അതിന് വേണ്ടിയിട്ടാണ്. തിരുവാതിരക്കളി എല്ലാ മലയാളി അംഗന്മാരും ഇഷ്ടപ്പെടുന്ന തിരുവാതിര കളി ഉണ്ടോ? കളിക്കാനൊക്കെ കൂടാറുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, എപ്പോഴും ഒന്നുമില്ല. ഇവിടെയൊക്കെ ചെയ്ത് ഇടയ്ക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. ചില തിരുവാതിര ഗ്രൂപ്പുകളുണ്ടോ? ഗ്രൂപ്പുകളിലൊന്നും ഞാൻ ഇല്ല അല്ലേ? ചിലപ്പോൾ ആരെങ്കിലും കളിക്കാൻ വിളിച്ചാൽ പോവും, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ ആണല്ലോ ഇപ്പോൾ ടീച്ചർ, രാഷ്ട്രീയക്കാരി കൂടിയാണ്. രാഷ്ട്രീയക്കാരി എന്ന് പറയാൻ പറ്റില്ല, രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ഒരു ആളാണ്. എന്നാൽ എല്ലാവരോടും സമദൂര സിദ്ധാന്തത്തിൻ്റെ ആളാണ് ടീച്ചർ. എല്ലാവരെയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പുതിയ കുട്ടികൾ, ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ആളുകളുണ്ട്, അവരോട് എന്താ ടീച്ചർക്ക് പറയാനുള്ളത്? സത്യസന്ധമായ രീതിയിൽ പൊതുപ്രവർത്തനം നടത്തണം. ജനങ്ങൾക്ക് അവനവനെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായങ്ങൾ ചെയ്യണം. അതാണ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അവർ ചെയ്യും അല്ലേ? ചെയ്യണം. ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയം മറന്നിട്ട് അല്ലേ? ജനങ്ങളുടെ ജീവിതമാണ് നമ്മുടെ കയ്യിൽ ഈ സമയത്ത് ഇരിക്കണം എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും വേണം. പാരമ്പര്യമായി അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട ഒരു കുടുംബമാണ്. അതെ. അപ്പോൾ അങ്ങയുടെ മിനി ടീച്ചറുടെ സഹോദരിമാർ എന്താ അവരുടെയൊക്കെ പ്രവർത്തനം? അധ്യാപകർ തന്നെയാണോ? മൂത്ത സഹോദരി അനിത ചെറുപ്പശ്ശേരി ഹൈസ്കൂളിൽ അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്തു. രണ്ടാമത്തെ എൻ്റെ താഴെയുള്ള സഹോദരി സുനിത ബോംബെയിൽ വിദ്യാലയത്തിൽ ജോലി ചെയ്യാണ്, ടീച്ചറാണ്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ MP മോഹൻദാസ് മാഷും അമ്മ വിജയലക്ഷ്മി ടീച്ചർ. വിദ്യാഭ്യാസ കാലാണ്. ടീച്ചർ പഠിച്ച സ്കൂള് എവിടെയായിരുന്നു ബാല്യകാലം? 1 മുതൽ 7 വരെ GUP സ്കൂളിലാണ് പഠിച്ചത്. ചെറുപ്പശ്ശേരി GUP സ്കൂളിൽ 8, 9, 10 അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ടീച്ചർമാരെ, അധ്യാപികമാരാരാണ്? ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടതാരാണ്? ഒരാളെ ഇഷ്ടമുണ്ടാവും കൂടുതൽ. ആരെ? എല്ലാ അധ്യാപകരെയും അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരാളെ ഒരാളെ നല്ല ഇഷ്ടമാവും, അത് മറക്കില്ല. അല്ല, എനിക്ക് എൻ്റെ അനുഭവത്തിൽ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരോടും അധ്യാപികമാരോടും വളരെയധികം ബഹുമാനവും സ്നേഹമുണ്ട്. ഓരോരുത്തരോടും അത്ഭുതം എന്നാ ടീച്ചറെ, അത്ഭുതം. ഓരോരുത്തരെയും പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഓരോ തരത്തിൽ പറയാനുണ്ടാവും. ഒരാളോട് ഒരു തരത്തിലാണെങ്കിൽ വേറൊരാൾ വേറൊരു തരത്തിൽ. അങ്ങനെ എല്ലാ അധ്യാപകരായിട്ടും വളരെയധികം നന്ദിയും കടപ്പാടും. എന്നാലും 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പദ്യമൊക്കെ ചൊല്ലണ ടീച്ചർമാരെ ഇഷ്ടാവില്ലേ കൂടുതലേ? 1-ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറെ ഇഷ്ടമാണ്. അതേപോലെ 10-ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറെ ഇഷ്ടമാണ്. ഇടയിലുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ ഇഷ്ടമാണ്. എന്നാ കേൾക്കണോ ടീച്ചറെ? അത്ഭുതം കേട്ടോ. ഞാൻ നാടാടെ കേൾക്കണേ.
ഇത്തരത്തിലൊരു അധ്യാപിക പറഞ്ഞത്? പ്രീതിപ്പെടുത്താൻ പറഞ്ഞതാണോ? അല്ല, അതെങ്ങനെയാണ് ഒരു അധ്യാപിക കൂടുതൽ നിന്ന് ഒരു അധ്യാപിക അത്ര പോരാന്ന് പറയുക? ഇന്നൊന്നും അങ്ങനെയില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 1-ാം ക്ലാസ്സിൽ എനിക്ക് ദാഷാണി ടീച്ചർ നല്ല ഇഷ്ടമാണ്. ടീച്ചർക്ക് അങ്ങനെ ഇല്ലേ? ടീച്ചറെ കുറേ കാലം അങ്ങനെയല്ലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടമുള്ള ടീച്ചർമാരെ ക്ലാസ്സിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ രസമുള്ള കാര്യം എന്തായാലും, നല്ല രസമാണ് എന്തായാലും കേൾക്കാൻ. എന്തായാലും ആട്ടെ, എന്നാൽ ഞാൻ അത് വിട്ടു, 1-ാം ക്ലാസ്സിലെ വിട്ടു. 10-ാം ക്ലാസ്സിലോ? 10-ാം ക്ലാസ് പിന്നെ പഠിപ്പിച്ചതൊക്കെ വളരെ നല്ല അധ്യാപികമാരും. എന്താ അങ്ങനെ പറയണേ? ഏതെങ്കിലും ഒരു ടീച്ചർ നല്ല വണ്ണം ഉണ്ടാവും. അങ്ങനെ ഇല്ല, എല്ലാവരെയും എനിക്ക് ഒരുപോലെ ബഹുമാനവും സ്നേഹമുണ്ട്. എന്നാൽ നമ്മുടെ മിനി ടീച്ചറേ കേട്ടോളൂ കേട്ടോ, നല്ല ടീച്ചർ തന്നെ. എന്താ കാരണം? എല്ലാവരും സമമായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ, ഇത് കേൾക്കുന്ന കുട്ടികളും ഉൾപ്പെടെ. നിങ്ങൾ വലിയ ആളുകളാവുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞോളുണ്ട്. ഇപ്പം ഇതാണ്ടോ മിനി ടീച്ചർ പറയണേ. എന്തായാലും വലിയ സന്തോഷമായി, ഞാൻ നടാടെ കേൾക്കുകയാണ്. പിന്നെ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ആദ്യം പഠിപ്പിക്കുന്ന ടീച്ചർമാരെ അവർ ഏറെ ഇഷ്ടപ്പെടും. ഇപ്പോൾ കണക്ക് ടീച്ചറെ ഇഷ്ടമുണ്ടാവില്ല, മലയാള ടീച്ചറെ നല്ല ഇഷ്ടമുണ്ടാവും, സയൻസ് ടീച്ചറെ കളിക്കാൻ വിടുന്ന ടീച്ചർമാരുണ്ട്, കളി പീരിയഡ്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അന്നൊക്കെ എന്താ ടീച്ചർ, അവരിനെ ഇഷ്ടപ്പെട്ടിരുന്നോ ടീച്ചറെ? കളിക്കാൻ പോകണ ടീച്ചർമാർ. ഞങ്ങൾക്കൊക്കെ അതിന് കളിക്കാൻ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. കാരണം ഞങ്ങളൊന്നും അടച്ചിട്ട വിദ്യാലയങ്ങളിലല്ലോ പഠിച്ചത്, സർക്കാർ വിദ്യാലയങ്ങളിലല്ലേ പഠിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു കളിക്കാനും പഠിക്കാനും എല്ലാം. TTC എവിടെയായിരുന്നു? ടീച്ചർ ട്രെയിനിങ് കുമരപുരം ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂളിൽ. കുമരപുരം പാലക്കാടാണോ? പാലക്കാട് കുമരപുരം ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂളിൽ. അവിടെ ടീച്ചർമാരായിട്ട് അവിടെ OV വിജയൻ്റെ പെങ്ങള് OV ശാന്ത ടീച്ചറൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ചെന്നായിരുന്നു. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനാണ്. അതെ, OV വിജയൻ സാറിൻ്റെ പെങ്ങളുമായി സഹവാസം അല്ലേ? ഞങ്ങളൊക്കെ ആയിട്ട് നല്ല കമ്പനി, വളരെ ഫ്രണ്ട്ലി ആയ ടീച്ചറായിരുന്നു. ടീച്ചറുടെ കുടുംബത്തിലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ എപ്പോഴും നിരന്തരം ഈ നമ്മുടെ ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനത്തിൽ വരുന്നുണ്ടോ? വരാൻ പറയണം, ഒഴിവുണ്ടെങ്കിൽ വരും. മകൻ ജിഷ്ണു വരുമോ? മരുമകൾ അനുശ്രീയും വരും. കുടുംബക്കാരൊക്കെ വരും. അവർക്കൊക്കെ അവരുടെയും കൂടി ഒരു ആവശ്യമല്ലേ? അതെ. എന്തായാലും ഒരു ധന്യമായ ജീവിതമാണ് ടീച്ചറുടെ. വളരെ വളരെ നല്ല ഒരു അധ്യാപിക എന്നുള്ളതിലേക്കാണ് ടീച്ചറെ പന്നിയംകുറിശി വെസ്റ്റ് ALP സ്കൂളിൽ നിന്നും വിരമിക്കുന്നത്. അവിടെയുള്ള നാട്ടുകാർക്കും ചെറുപ്പുളശ്ശേരിയിലെ നാട്ടുകാർക്കും വലിയ പരിചിതയായ ഒരു അധ്യാപികയാണ് മിനി ടീച്ചറാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും മിനി ടീച്ചറുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വലിയ ഭാവുകങ്ങളും നന്മകളും സ്നേഹവും നേരെയാണ്. നന്ദി. താങ്ക് യു.